Hi students, ഇന്ന് നമ്മൾ ലാസ്റ്റ് ഇയർ നടന്ന കീം എക്സാമിലെ മാത്തമാറ്റിക്സ് സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 7 ആണിത്. നമുക്ക് നോക്കാം. Let u, v, and w be vectors such that vector u plus vector v plus vector w equal to 0 vector. If modulus vector u equal to 3 and v equal to 4 and w equal to 5, then dot product u dot v plus v dot w plus w dot u is. അതായത് നമുക്ക് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ സമ്മ് 0 ആണ് തന്നിട്ടുണ്ട്, അതിൻ്റെ മോഡുലസ് വാല്യൂസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ദിസ് വെക്ടേഴ്സ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെക്ടർ യു പ്ലസ് വെക്ടർ വി പ്ലസ് വെക്ടർ ഡബ്ല്യു ഈക്വൽ ടു 0 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇതിനെ എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ വരും. ദാറ്റ് ഈസ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് ഡബ്ല്യു സ്ക്വയർ പ്ലസ് 2u dot v plus 2vw plus 2wu എന്ന് വരും. അതിൽ 2 കോമൺ ആയ കാരണം അത് പുറത്തേക്ക് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു യു ഡോട്ട് വി പ്ലസ് വി ഡോട്ട് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഡോട്ട് യു. ഇപ്പോൾ ഈ എക്സ്പ്രഷനിൽ നമുക്ക് ഈ ഫസ്റ്റത്തെ 3 വെക്ടേഴ്സിൻ്റെ മോഡുലസ് വാല്യൂസ് നമുക്കറിയാം, തന്നിട്ടുണ്ട് 3, 4, 5. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഈ 3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ എക്സ്പ്രഷൻ 2u ഡോട്ട് വി പ്ലസ് വി ഡോട്ട് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു ഡോട്ട് യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഇതിനിവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനെ ഇങ്ങോട്ട് RHSലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് വരും? 9 + 16 25 ആണ്. 25 + 25 50. ഈ 50നെ RHSലേക്ക് കൊണ്ടുവരുമ്പോൾ -50 വരും. ഇവിടെ 2 ഇൻറ്റു ഉണ്ട്, അപ്പോൾ ആ 2നെ നമ്മൾ RHSലേക്ക് വരുമ്പോൾ -50 divided by 2, that is equal to -25. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, let vector a equal to I minus j, b equal to j minus k and c equal to k minus I. Then the value of b dot a plus c. നമുക്ക് ഐ ജെ കെ എന്നൊക്കെ പറയുന്നത് യൂണിറ്റ് വെക്ടേഴ്സ് ആണ് നമുക്കറിയാം. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എ പ്ലസ് സി എന്താണെന്ന് കണ്ടുപിടിക്കാം. എ പ്ലസ് സി പറയുമ്പോൾ എന്ത് വരും? ഐ മൈനസ് ജെ ആൻഡ് കെ മൈനസ് ഐ ആണ്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഐയും പ്ലസ് ഐയും ക്യാൻസലായിട്ട് മൈനസ് ജെ പ്ലസ് കെ വരും. ദാറ്റ് ഈസ് എ പ്ലസ് സി. വെക്ടർ എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ മൈനസ് ജെ പ്ലസ് കെ ആണ്. ദെൻ ബി ഡോട്ട് എ പ്ലസ് സി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി എന്ന് പറഞ്ഞാൽ ജെ മൈനസ് കെ ആണ്. ദാറ്റ് ഈസ് ജെ മൈനസ് കെ ഇൻറ്റു മൈനസ് ജെ പ്ലസ് കെ വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. മൈനസ് ജെ ഡോട്ട് ജെ മൈനസ് ജെ ഡോട്ട് കെ പ്ലസ് കെ ഡോട്ട് ജെ മൈനസ് കെ ഡോട്ട് കെ. അപ്പോൾ നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് എനി യൂണിറ്റ് വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഇറ്റ്സ് അതേ വെക്ടർ കൊണ്ട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇപ്പോൾ ജെ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറിനെ ജെ കൊണ്ട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ജെ ഡോട്ട് ജെ 1 ആണ്. മൈനസുള്ള കാരണം -1 മൈനസ് ജെ ഡോട്ട് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. കെ ഡോട്ട് ജെയും 0 ആയിരിക്കും. കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് സൈൻ ഉണ്ട്. ദാറ്റ് ഈസ് -1 -1 -2. ഓപ്ഷൻ ഇ ആണ് ആൻസർ. Next, let vector A, vector B and vector C are 3 vectors with magnitudes 4, 4, 2 respectively. If vector A is perpendicular to B plus C and B is perpendicular to C plus A and C is perpendicular to A plus B, then the value of modulus A plus B plus C is equal to. അപ്പോൾ 3 vectors ഉണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? എ എന്ന് പറയുന്നത് ബി പ്ലസ് സിയോട് പെർപെൻഡിക്കുലർ ആണ്. എ പെർപെൻഡിക്കുലർ ടു ബി പ്ലസ് സി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അതൊരു പ്രോപ്പർട്ടിയാണ്. ദ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ഈസ് ഓൾവേസ് 0. അപ്പോൾ എ ഡോട്ട് ബി പ്ലസ് സി ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി equal to 0 കൊടുത്തു. Then B is perpendicular to C plus A തന്നിട്ടുണ്ട്. That is B dot C plus B dot A equal to 0. C is perpendicular to A plus B ആകുമ്പോൾ C dot A plus C dot B equal to 0 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെക്ടർ A പ്ലസ് വെക്ടർ B പ്ലസ് വെക്ടർ C ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ എഴുതിയ വെക്ടർ എ മോഡുലസ് വെക്ടർ എ ദ സ്ക്വയർ പ്ലസ് മോഡുലസ് വെക്ടർ ബി ദ സ്ക്വയർ പ്ലസ് മോഡുലസ് വെക്ടർ സി ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ. ഈ എക്സ്പ്രഷൻ 0 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്.
ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മോഡുലസ് എ, മോഡുലസ് ബി, മോഡുലസ് സി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4 4 2 ആണ്. ദാറ്റ് ഈസ് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 4 സ്ക്വയർ 16, 4 സ്ക്വയർ 16, 2 സ്ക്വയർ 4, ദാറ്റ് ഈസ് 36 വരും. ദെൻ മോഡുലസ് എ പ്ലസ് ബി പ്ലസ് സി എന്ത് വരും? 6 വരും. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 36ൻ്റെ സ്ക്വയർ റൂട്ട് 6. ഓപ്ഷൻ ബി ആണ് ആൻസർ. Next, if two vectors, vector A equal to cos alpha I plus sin alpha j plus sin alpha by 2k and vector B sin alpha I minus cos alpha j plus cos alpha by 2k are perpendicular, then the values of alpha. ഇത് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത ആ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഇത് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വെക്ടർ എയും വെക്ടർ ബിയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഐ ഡോട്ട് ഐ ജെ ഡോട്ട് ജെ കെ ഡോട്ട് കെയുടെ എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എലമെൻറ്റ്സ് അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ 0 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും? കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ മൈനസ് പ്ലസ് സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. ഇതിൽ കോസ് ആൽഫ സൈൻ ആൽഫയും സൈൻ ആൽഫ കോസ് ആൽഫയും ക്യാൻസൽ ആയിട്ട് സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ഈക്വൽ ടു 0. ഇത് ഹാഫ് ആംഗിൾ ഫോർമുലയാണ്. ദാറ്റ് ഈസ് 2 സൈൻ ആൽഫ ബൈ 2 കോസ് ആൽഫ ബൈ 2 ആണ് സൈൻ ആൽഫ. അപ്പോൾ ഇത്രയും ടേം എന്ന് പറഞ്ഞാൽ 1/2 സൈൻ ആൽഫയാണ് 0. ദാറ്റ് ഈസ് സൈൻ ആൽഫ ഈക്വൽ ടു 0 എപ്പോഴാണ്? ആൽഫയ്ക്ക് n പൈ, n ഈസ് എനി ഇൻറ്റീജർ ആണ്, n പൈ വരുമ്പോഴാണ് സൈൻ ആൽഫ 0 ആവുക. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ n പൈയുടെ ഓപ്ഷൻ വരുന്നത് 0യും പൈയും വരുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരിക. ബാക്കിയുള്ളവരെല്ലാം π/2 വരുന്നുണ്ട്, π/4 അങ്ങനത്തെ 3π/2 അങ്ങനത്തെ π/4 ഒക്കെ വരുന്നുണ്ട്. അത് n പൈ ആയിട്ട് വരുന്നില്ല. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, 0 ആൻഡ് π. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If one end of a diameter of the circle x square plus y square minus 4x minus 6y plus 11 equal to 0 is 3 4, then the coordinate of the other end of the diameter. അതായത് നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ ഒരു എൻഡ് തന്നിട്ടുണ്ട്. അത് 3ഉം 4ഉം ആണ്. സർക്കിളിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ എന്താണ്? അതർ എൻഡ് എന്താണെന്നാണ്. ഡയമീറ്ററിൻ്റെ അതർ എൻഡ് ആ കോർഡിനേറ്റ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ സർക്കിളിൻ്റെ ഇക്വേഷൻ എടുത്തിടാം. ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4x മൈനസ് 6y പ്ലസ് 11 ഈക്വൽ ടു 0. നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fx പ്ലസ് 2fy ആണ്. 2fx അല്ല, 2fy പ്ലസ് c ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ മൈനസ് ജി കോമ മൈനസ് എഫ് ആണ്. അപ്പോൾ മൈനസ് ജി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 2g ആണ് മൈനസ് 4, അപ്പോൾ മൈനസ് ജി എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുപോലെ 2f ആണ് മൈനസ് 6, ദാറ്റ് ഈസ് എഫ് എന്ന് പറഞ്ഞാൽ 3 ആണ്, മൈനസ് 6 ഉണ്ട്, അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ദെൻ സെൻറ്റർ നമുക്ക് 2ഉം 3ഉം കിട്ടി. ഒരു എൻഡ് 3ഉം 4ഉം ആണ്. അപ്പോൾ അതർ എൻഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ രണ്ട് കോർഡിനേറ്റിൻ്റെയും മിഡ് പോയിൻ്റ് ആയിരിക്കുമല്ലോ സെൻറ്റർ എന്ന് പറയുന്നത്, അല്ലേ? ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് x1ഉം y1ഉം കണ്ടുപിടിക്കാം. സെൻറ്റർ എന്ന് പറഞ്ഞാൽ 2,3 എന്ന് പറഞ്ഞാൽ ഈ 3 പ്ലസ് x1/2, 4 പ്ലസ് y1/2 ആയിരിക്കും, അല്ലേ? ഈ ഫസ്റ്റ് ഓർഡിനേറ്റിൻ്റെ മിഡ് പോയിൻ്റ് ആണ് 2 എന്ന് പറയുന്നത്, സെക്കൻഡ് ഓർഡിനേറ്റിൻ്റെ മിഡ് പോയിൻ്റ് ആണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3 പ്ലസ് x1/2 ഈക്വൽ ടു 2 ആയിരിക്കും, 4 പ്ലസ് y1/2 ഈക്വൽ ടു 3 ആയിരിക്കും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x1 1ഉം y1 2 ആയിട്ടും കിട്ടും. അപ്പോൾ നമ്മുടെ അതർ എൻഡ് എന്ന് പറഞ്ഞാൽ 1,2 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. താങ്ക് യു. ഇത് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. 3 ക്വസ്റ്റ്യൻ വെക്ടേഴ്സ് എന്നായിരുന്നു. ആ സെയിം കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ 3 വെക്ടേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.